ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ പറഞ്ഞ പോലെ നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിലെയും IPC-യിലെയും അങ്ങനെ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിങ്ങനെ ഓരോ ദിവസവും 2 വീഡിയോസ് വെച്ച് ചെയ്യും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ലോ എൻട്രൻസ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെന്തായാലും പഠിക്കാതെ പോകരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ, ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി ഓപ്ഷൻസ് നോക്കി ആൻസേഴ്സ് ഇതിൻ്റെ കൂടെ പഠിച്ചു പോകാം, അതിൻ്റെ കൂടെ എഴുതിയെടുക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു റിവിഷൻ പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് തന്നെ ചെയ്ത് എത്ര മാർക്സ് അവസാനം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിവിഷൻ, അതായത് പഠിച്ചു തീർന്നവരാണെങ്കിൽ റിവിഷൻ പോലെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിപ്പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? Options: Option A, right to freedom. Option B, right to equality. Option C, right to property. Option D, right against exploitation. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ആൻസർ ഇപ്പം തന്നെ ഒരു പേപ്പറിലോ എഴുതി നോക്കി പിന്നെ ആൻസർ പറയുമ്പോൾ ശരിയാണോ നോക്കി അങ്ങനെ മാർക്ക് ഇട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആൻസർ പഠിച്ചു പോവാം. അപ്പം ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ സി, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇപ്പോഴല്ല, മുമ്പായിരുന്നു. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴി ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നത് മാറ്റി. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തത് ആൻഡ് മെയ്ഡ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A ഇൻ പാർട്ട് 12 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 12 ആർട്ടിക്കിൾ 300A ഈ ഫണ്ടമെന്റൽ റൈറ്റ് മാറ്റിയിട്ട് എന്താക്കി, പകരം ലീഗൽ റൈറ്റ് ആയിട്ട് തുടരുന്നുണ്ട്. ആർട്ടിക്കിൾ 300A ഇപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ളത്, അതിപ്പോ ലീഗൽ റൈറ്റ് ആണ്, ഇപ്പൊ പാർട്ട് 12 അപ്പൊ മുമ്പ് എത്ര ഉണ്ടായിരുന്നു? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ 6 ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 12 to 35 അത്രയും ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. അപ്പൊ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വീഡിയോയിൽ ഓരോ പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ എത്ര ആർട്ടിക്കിൾസ് ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെ ആർട്ടിക്കിളിലാണ് വരുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. All executive action of the government of a state shall be expressed to be taken in the name of the options. Option A, Chief Secretary. Option B, Chief Minister. Option C, Governor. Option D, President of India. Answer option C, Governor. എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് എല്ലാം ആരുടെ പേരിലാണ് നമ്മൾ എടുക്കുന്നത്? ഗവർണറിന്റെ പേരിലാണ്. അപ്പൊ ആർട്ടിക്കിൾ 143 to 162 ആണ് ഗവർണറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, which among the following were inserted in the Constitution of India on recommendations of Swearingen Committee? Options: Option A, fundamental rights. Option B, directive principles of state policy. Option C, fundamental duties. Option D, 12th schedule. Answer option C, fundamental duties. Fundamental duties ആർട്ടിക്കിൾ 51A പറയുന്നത്. ഇപ്പോൾ സ്വെറൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ സ്വെറൻസിംഗ് കമ്മിറ്റി. അപ്പൊ 2 രീതിയിൽ ചോദിച്ചാലും ഇതിലൂടെ ആൻസർ കണ്ടെത്താൻ പറ്റും. Who presides over a joint sitting of the lower and upper house of the parliament? Options: Option A, President of India. Option B, Speaker of the Rajya Sabha. Option C, Speaker of the Lok Sabha. Option D, Leader of the Opposition. Answer option C, Speaker of the Lok Sabha. ലോവർ ആൻഡ് അപ്പർ ഹൗസ് അറിയാലോ, ഒരു പാർലമെന്റിൽ ലോവർ ഹൗസ് അപ്പർ ഹൗസും ഒരുമിച്ച് ഒരു സിറ്റിംഗ് വെക്കുകയാണെങ്കിൽ അത് ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? അത് സ്പീക്കർ ഓഫ് ദി ലോക്സഭ ആയിരിക്കും. ആർട്ടിക്കിൾ 79 to 88 ആണ് സ്പീക്കർ ഓഫ് ദി ലോക്സഭയെ കുറിച്ച് പറയുന്നത്.
The number of nominated Rajya Sabha members of India is options: option A 12, option B 15, option C 19, option D 10. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ എ 12. 12 മെമ്പേഴ്സ് ആണ് ടോട്ടൽ. രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും ടോട്ടൽ 12 മെമ്പേഴ്സ് തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. രാജ്യസഭയിൽ നിന്ന് മാത്രം 12, ലോക്സഭയിൽ നിന്ന് ഇപ്പൊ നോമിനേറ്റ് ചെയ്യുന്നില്ല. Which article of the Constitution empowers the President to appoint a commission to investigate the conditions of backward classes in general and suggest ameliorative measures? Options: option A Article 342, option B Article 344, option C Article 340, option D Article 339. Answer പറയാം. Answer option C Article 340. A person who is not a member of parliament can be appointed as a minister by the president for options: option A 9 months, option B 3 months, option C 12 months, option D 6 months. Answer പറയാം. Answer option D 6 months. ഒരു പാർലമെന്റിലെ മെമ്പർ അല്ലാത്ത ആളിനെ ഒരു മിനിസ്റ്റർ ആയിട്ട് എത്ര നാളത്തേക്കായിരിക്കും അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നത് പ്രസിഡന്റിന്? 6 months. Who is the ex officio chairman of the Council of States? Options: option A Vice President, option B Leader of the Opposition, option C President, option D Speaker. Council of States എന്ന് വെച്ചാൽ രാജ്യസഭ. അവിടുത്തെ ex officio chairman ആരാണ്? Vice President ആണ്. Answer option A Vice President. The minimum age required for becoming the Prime Minister of India is options: option A 30 years, option B 35 years, option C 40 years, option D 25 years. Answer option D 25 years. പ്രൈം മിനിസ്റ്ററിന് 25 വയസ്സ് തികഞ്ഞാൽ മാത്രമേ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പറ്റുള്ളൂ. പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റുള്ളൂ. പ്രസിഡന്റ് ആണെങ്കിൽ 35 ഇയേഴ്സ് ആയിരിക്കണം. മിനിമം ഏജ് ആണ്. Under which article of the Constitution is the President's rule promulgated on any state in India? Options: option A 326, option B 370, option C 380, option D 356. Answer option D 356. Article 356. What is contained in the 10th schedule of the Constitution? Options: option A languages recognized by Constitution, option B forms of oath or affirmation, option C laws that cannot be challenged in any court of law, option D provision regarding disqualification on grounds of defection. Answer option D provisions regarding disqualification on grounds of defection. ഓരോ ഷെഡ്യൂളും എന്തൊക്കെയാണ് ഓരോ ഷെഡ്യൂളിലും ഉള്ളതെന്ന്, എത്ര ഷെഡ്യൂൾ ഉണ്ടെന്നും ഓരോ പാർട്ടിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്നും ഒക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരും അതറിയാത്തവരും അതൊന്ന് കണ്ടു നോക്കുക. The Constitution is declared to have been adopted and enacted by options: option A the Government of India, option B the President of India, option C the Legislature, Executive and Judiciary of India, option D the People of India. ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ആദ്യത്തെ പ്രിയാമ്പിളിൽ തന്നെ അത് പറയുന്നുണ്ട്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിക്ലെയർഡ് ടു ഹാവ് ബീൻ അഡോപ്റ്റഡ് ആൻഡ് എനാക്റ്റഡ് ബൈ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു വാചകമുണ്ട്. അപ്പൊ അതിലാണ് നമ്മുടെ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്, നമ്മൾ ജനങ്ങളാണ് അഡോപ്റ്റ് ചെയ്യുന്നതും എനാക്ട് ചെയ്യുന്നതും. The name of the union given in the constitution is options: option A Bharat, that is India, option B Hindustan, option C India, that is Hindustan, option D India, that is Bharat. Answer option D India, that is Bharat. ഇത് ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നതാണ്. The preamble enshrines the ideals of liberty, equality and fraternity. These ideals are inspired by options: option A the French Revolution, option B the Swiss Constitution, option C the American Constitution, option D the British Constitution. Answer option A the French Revolution. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല കാര്യങ്ങളും നമ്മൾ പല കോൺസ്റ്റിറ്റ്യൂഷനും പല രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്, ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ളതുണ്ട്.
അപ്പോൾ സോഴ്സസ് പല കോൺസ്റ്റിറ്റ്യൂഷനിൽ പല കാര്യങ്ങളും നമ്മൾ പല രാജ്യത്തു നിന്ന് എടുക്കുമ്പോൾ അത് പഠിച്ചു വെക്കണം. കാരണം സോഴ്സസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരുപാട് അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ ചോദ്യം വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി പ്രിയാമ്പിളിൽ പറയുന്ന 3 വാചകങ്ങളാണ്. ഇത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. Constitutional advisor to the Constituent Assembly was options: option A B.N. Rao, option B B.R. Ambedkar, option C Dr. Rajendra Prasad, option D Jawaharlal Nehru. Answer option A B.N. Rao. Article 25 of the Constitution of India guarantees options: option A right to religion, option B right to property, option C right to life and liberty, option D right to freedom of movement. Answer option A right to religion. Right to travel is a fundamental right under options: option A Article 19 of the Constitution, option B Article 21 of the Constitution, option C Article 14 of the Constitution, option D none of the above. Answer option B Article 21 of the Constitution. Right to life എന്ന് പറയുന്ന ഭാഗത്താണ് ഈ right to travel ഒക്കെ include ചെയ്തിരിക്കുന്നത്. The National Commission to review the working of the Constitution under the chairmanship of Justice Venkatachaliya was set up in the year. Options: option A 2002, option B 2004, option C 2003, option D 2000. Answer option D 2000. Chief Election Commissioner is appointed by options: option A Prime Minister, option B Parliament, option C President, option D Vice President. Answer option C President. Chief Election Commissioner is entitled to same salary and facilities that are provided to options: option A judge of Supreme Court, option B a judge of High Court, option C a member of Parliament, option D a member of State Legislative Assembly. Answer option A judge of Supreme Court. The word socialist to the preamble of the Indian Constitution was added by the dash constitutional amendment. Options: option A 44th, option B 42nd, option C 25th, option D 24th. Answer പറയാം. Answer option B 42nd constitutional amendment. The word socialist was added to the preamble by the 42nd constitutional amendment in 1976. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കുറച്ച് ഇമ്പോർട്ടന്റ് അമെൻമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. 42nd amendment, 44th constitutional amendment, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതിന്റെ വർഷം കൂടെ പഠിച്ചു വെക്കാം. Emergency provisions of Constitution of India are borrowed from options: option A Germany, option B USA, option C USSR, option D UK. Answer option A Germany. Weimar Constitution of Germany എന്നാണ് എമർജൻസി പ്രൊവിഷൻസ് എടുത്തിരിക്കുന്നത്. ഇതും സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതാണ്. അതായത് നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തതെന്ന്. അങ്ങനെ പല കാര്യങ്ങളും, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതെല്ലാം അറിഞ്ഞിരിക്കണം. Directive principles of state policy are taken from options: option A UK Constitution, option B French Constitution, option C USSR Constitution, option D Irish Constitution. Answer option D Irish Constitution. ഇത് sources of constitution വരുന്നതാണ്. Which Indian state was the first to be formed on linguistic basis? Options: option A Arunachal Pradesh, option B Haryana, option C Punjab, option D Andhra Pradesh. Answer option D Andhra Pradesh. The state of Andhra Pradesh was formed on October 1, 1953. Chairman of the first Law Commission of India was options: option A AP Shah, option B HR Khanna, option C MC Sedalwad, option D YV Reddy. Answer option C MC Sedalwad. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി.
ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പൊ ഇന്നലെ ഞാനൊരു അതായത് ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ, അതായത് കുസാറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം, ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്, അതിന്റെ കാര്യം ആ ക്വസ്റ്റ്യൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല. പക്ഷെ സ്ഥിരമായിട്ട് 2ഉം 3ഉം ചിലതിലൊക്കെ 5 ചോദ്യങ്ങൾ വരെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് ചോദിച്ചിട്ടുണ്ട്. ചിലത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ തന്നെ 5 ചോദ്യമൊക്കെ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണോ, പഠിക്കണോ, അത് പഠിക്കണം. ഡെയിലി ഷോർട്സ് ആയിട്ട് ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ എഴുതി പഠിച്ചു വെക്കുക. കാരണം 2 എണ്ണമെങ്കിലും മിനിമം ചോദിച്ചിരിക്കും. ഇപ്പൊ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് വിടാതെ തന്നെ പഠിക്കുക എല്ലാവരും. ഏത് ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത് ബാധകമാണ്, പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് അതുപോലെ മറ്റ് ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം.